നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവായെന്ന് സൂചന. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ വിദേശകാര്യ മന്ത്രാലയം യമൻ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പിലാക്കുമെന്ന വിവരമാണ് ലഭിച്ചതെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷക ദീപ ജോസഫ് പറഞ്ഞു. ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അവിടെ നിന്നും കേൾക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവായി എന്നുള്ളതിന്റെ സൂചനയാണ് വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്? അതുപോലെ തന്നെ അഭിഭാഷകയും പറയുന്നത് എന്താണ്? ദുഃഖകരമായ ഒരു വാർത്തയാണ്. ശരിയാണെങ്കിൽ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. മനുഷ്യാവകാശ പ്രവർത്തകനും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. അദ്ദേഹം കേരള ആക്ഷൻ കൗൺസിൽ അംഗവും അഭിഭാഷകയുമായ ദീപ ജോസഫിനെയാണ് ഇക്കാര്യം ഇന്നലെ അറിയിച്ചത്. കാരണം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ച ഉത്തരവ് നിമിഷപ്രിയയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാലും ഒരു കാര്യത്ത് അവ്യക്തത തുടരുന്നുണ്ട്. ഇന്ത്യൻ സർക്കാരിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. സാമുവൽ ജെറോം ഇന്ത്യൻ എംബസിയെ റിയാദിലെ ഇന്ത്യൻ എംബസിയോട് സാമുവൽ ജെറോം വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമാണ് സാമുവൽ ജെറോം തന്നെ വ്യക്തമാക്കുന്നത്. അത് ഇന്ത്യൻ എംബസിക്ക് ഔദ്യോഗികമായിട്ട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നേരത്തെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ എംബസിക്ക് അവിടെ നയതന്ത്ര സ്ഥാപനങ്ങളോ പ്രതിനിധികളോ ഇല്ല. റിയാദ് സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. അത് ഇറാൻ സർക്കാരുമായി യോജിച്ചായിരുന്നു അന്ന് പ്രവർത്തനം നടത്തിയിരുന്ന. ഇറാൻ യുദ്ധത്തിന് ശേഷം ഇത് സംബന്ധിച്ച കാര്യമായ ഒരു പുരോഗതി ഉണ്ടായി. ഈ സാഹചര്യത്തിൽ വീണ്ടും ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങി എന്ന വാർത്ത പുറത്തു വരുന്നു. ഏതായാലും ഇന്ന് ഇന്ത്യയിലുള്ളത് ചെന്നൈയിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ ജെറോം ഇന്ന് രാത്രി തന്നെ യമനിലേക്ക് തിരിക്കുമെന്നാണ് അദ്ദേഹം നമ്മെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം യമനിലേക്ക് തിരിക്കുകയും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തുകയും ചെയ്യും. അത് സംബന്ധിച്ച അവരാവശ്യപ്പെട്ടിരിക്കുന്ന 8.5 കോടി ഇന്ത്യൻ രൂപയുടെ നഷ്ടപരിഹാരമാണ് ദയാധനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇത്രയും പണം കണ്ടെത്താനുള്ള പ്രയാസമുണ്ട് എന്ന് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു. ഇനിയും ഒരു ചർച്ചയ്ക്ക് തയ്യാറാവും, അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്തുമെന്നൊരു സൂചനയാണ് സാമുവൽ ജെറോം നൽകിയിരിക്കുന്നത്. അദ്ദേഹം യമനിലേക്ക് ചെന്നൈയിൽ നിന്ന് ഇന്ന് തിരിക്കുമെന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ 8 ദിവസത്തിൽ അദ്ദേഹത്തിന് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ, അതായത് യമൻ പൗരന്റെ കുടുംബത്തെ അല്ലെ അടുത്ത കുടുംബത്തെ അനുനയിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ആ തുക കൊടുത്ത് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയണം. ശരീഅത്ത് നിയമപ്രകാരം സുപ്രീം കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന. ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമില്ല. എന്നാൽ അത്തരം വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ആ വിവരമാണ് ശരത് ലാൽ നൽകിയത്.